നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നുള്ളത് പുത്തൻപലിക്കര ഉണ്ടോ. പുത്തൻപലിക്കര വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വെസൽ ഫിൽട്രേഷൻ ചെയ്യാനാണ്. 1354 ടാറ്റയുടെ വെസലും ബാക്കി അനുബന്ധ സാമഗ്രികളും നമുക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് മീഡിയാസ് എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കിന്ന് പിടിപ്പിക്കേണ്ട സ്ഥലം, നമ്മളുടെ വെസൽ പിടിപ്പിക്കേണ്ട സ്ഥലം നമ്മളുടെ ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് പമ്പിങ് ലൈനിലാണ്, മോട്ടറിന്റെ ഡെലിവറി ലൈനിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഗ്രാവിറ്റിയിൽ ഇവിടെ ചെയ്യാത്തതിന്റെ മെയിൻ കാരണം 2 നിലയാണ് ബിൽഡിങ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയാനായിട്ട്, 2 നില ബിൽഡിങ്ങിന്റെ മേലെ ഇപ്പൊ ഒരു പ്ലംബിംഗ് വർക്ക് ഒക്കെ റിനോവേഷൻ ചെയ്തിട്ട് ടാങ്ക് എല്ലാം വലിയ ഹൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ടാങ്ക് വെച്ചിരിക്കുന്നതിന് തൊട്ട് അടിയിലായിട്ട് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിന് ചിലപ്പോൾ പ്രഷറിന്റെ കുറച്ച് വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ചെയ്തിരിക്കുന്നത് ജഗ്വാറിന്റെ പ്ലംബിംഗ് മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് പൈപ്പും ബാക്കി സാനിറ്ററി ഐറ്റംസ് എല്ലാം ജഗ്വാർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു നിശ്ചിത പ്രഷർ അതിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പൈപ്പ്സ് അല്ലെങ്കിൽ ടാപ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഷവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ പെർഫോമൻസ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നതിന്റെ പേരിലാണ് പമ്പിംഗ് ലൈനിൽ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ പമ്പിംഗ് ലൈനിൽ കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. കാരണം അയണിന്റെ സാന്നിധ്യം വളരെ കൂടുതലൊന്നും ഇല്ല. ഇവിടെ ഒരു ലിമിറ്റിലാണ് നിൽക്കുന്നത്, 0.4 ഉള്ളൂ അയണിന്റെ സാന്നിധ്യം. പിന്നെ ഇത് വെക്കാനുള്ള കാരണം അപ്പൊ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെളി അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ ഇംപ്യൂരിറ്റീസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ ഈ കിണറിലുണ്ട്. കിണർ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കിണർ, ഓപ്പൺ വെല്ലാണ്. അതിപ്പോ ഗ്രില്ലൊക്കെ ഇട്ട് മൂടിയൊക്കെയാണ്. പിന്നത്തെ കേസ് എന്ന് പറയാനായിട്ട്, ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുള്ളത് pH-ന്റെ പ്രശ്നമാണ്. pH കുറവാണ്. അതിങ്ങനെ കെട്ടി മൂടി വെച്ചിട്ടാണ്. ഓക്സിഡേഷൻ കറക്റ്റായിട്ട് കിട്ടാത്തതിന്റെ പേരിലും ഏരിയേഷൻ കറക്റ്റായിട്ട് കിട്ടാത്തതിന്റെ പേരിലൊക്കെയാണ് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നുള്ളൂ. പിന്നത്തെ കേസ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ പമ്പിംഗ് ലൈനിൽ കൊടുക്കുമ്പോൾ നമ്മൾ മൾട്ടിമീഡിയ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കാറ്റലോഗ്സും കാർബണും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരു പ്രീ ഫിൽട്രേഷൻ സിസ്റ്റവും നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്ങാനും നമുക്ക് പമ്പിംഗ് ലൈനിൽ പ്രഷർ ഇത്തിരി കൂടുതലാകുകയാണെങ്കിൽ, ചെറിയ മോട്ടറാണ്, ഹാഫ് HP മോട്ടർ ആണെങ്കിലും നിയർ ബൈ ആയിട്ടാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇച്ചിരി പ്രഷർ കൂടുതലാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഇതിനകത്ത് നിന്നുള്ള മീഡിയാസോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ പ്രോപ്പർ ആവാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ പ്രീ ഫിൽട്രേഷൻ. നമ്മൾ ഇതിന്റെ വെസലിന്റെ ഔട്ടിൽ കൊടുക്കും. 5 മൈക്രോൺ ഒരു സെഡിമെന്റ് ഫിൽറ്ററാണ് കൊടുക്കുന്നത്. ഇതിന്റെ ആവശ്യകത ഇല്ല, എന്നിരുന്നാലും നമ്മൾ സേഫ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ പമ്പിംഗ് ലൈനിൽ കൊടുക്കുന്നതുകൊണ്ട് അപ്പൊ ചിലർ ചോദിക്കും വലിയ കുഴപ്പമുണ്ടാകും. കുഴപ്പമില്ല, നമുക്ക് പ്രഷറും ഫ്ലോയും കൺട്രോൾ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ അയണിന്റെ സാന്നിധ്യവും ബാക്കിയുള്ള പാരാമീറ്റർ ഒക്കെ നോർമൽ ആണെങ്കിൽ പമ്പിംഗ് ലൈനിൽ കൊടുത്താലും നമുക്ക് ശരിയാവും. അപ്പൊ ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്ത് ആ വെള്ളത്തിന്റെ അനുയോജ്യമായ ഒരു രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ വർക്ക്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ വർക്ക് വീഡിയോയിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, എപ്പോഴും പറയുന്നവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് വാഷ് ചെയ്യണം. ബാക്ക് വാഷ് ചെയ്ത് ലൈനപ്പ് ചെയ്യണം. അപ്പൊ നമ്മുടെ പ്രീ ഫിൽറ്ററിന്റെ ഹൗസിംഗ് പിടിപ്പിച്ചിട്ടില്ല. ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് വേണം ഹൗസിങ്ങിനകത്ത് സ്പണ്ണിട്ടിട്ട് നമുക്കത് ടൈറ്റ് ചെയ്യാനായിട്ട്. ആദ്യം ചെയ്യേണ്ടത് ബാക്ക് വാഷ് ആണ്. അപ്പൊ അതിലേക്ക് കിടക്കാം നമുക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്ക് കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്.
പ്രീ ഫിൽറ്ററും നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്തതിന് ശേഷം പ്രീ ഫിൽറ്റർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം മൊത്തം നോർമലൈസ് ചെയ്തു. അതിപ്പോൾ പമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മേലോട്ട് ഇപ്പോൾ നമ്മളുടെ ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടാങ്കിലേക്ക്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള അയണിൻ്റെ ഇതില്ല. ഒരു 0.4 അടുത്തുള്ളൂ നമ്മളുടെ അയൺ. പിന്നെ ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസും സെഡിമെന്റ്സും ആണ് കൂടുതൽ. അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഒരു മൾട്ടിമീഡിയ വിത്ത് ഒരു പ്രീ ഫിൽട്രേഷൻ കൊടുത്തേണത്. അപ്പോൾ പമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പ്രഷറും കാര്യങ്ങളെല്ലാനും കുറവൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് വീഡിയോയിൽ കണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വർക്കുമായി വരുന്നവരെ ബൈ.